സുഗമോദേവി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി പുറത്തു പോയിട്ട് വരുമ്പം കാണുന്നത് ദേവിക മുകളിലത്തെ നിലയിൽ പൂട്ടിയിട്ടേക്കുന്ന റൂം തുറക്കാൻ ശ്രമിക്കുന്നതാണ്. അത് കണ്ട് ഒരുപാട് ചൂടാകുന്നുണ്ട്. അന്നേരം ദേവിക പറയുന്നുണ്ട്, മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു പ്രത്യേക സൗണ്ട് കേട്ട് ആരോ താഴെ വീഴുന്നത് പോലെ തോന്നി, അതുകൊണ്ടാണ് വന്ന് നോക്കിയത് എന്നൊക്കെ പറയുമ്പം കള്ളത്തരം പറഞ്ഞാൽ ചെള്ളയടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ദേവിക ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാട്ടൂരാൻ വക്കീൽ പ്രഭാവതിക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ കേസ് വിജയിക്കുമെന്നാണ് തോന്നുന്നത്. ആ സമയത്താണ് നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻ തമ്പി അവരെ കാണാനായിട്ട് വരുന്നത്. മോഹൻ തമ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കേസ് വാദിക്കുന്നതിന് മുമ്പ് തലേ ദിവസം എതിർഭാഗം വക്കീലിനെ പോയി കണ്ട് അയാളുടെ ആത്മവിശ്വാസം ഒന്ന് കുറയ്ക്കുക എന്നത് അയാളുടെ ഒരു പതിവാണ്. അങ്ങനെ പ്രഭാവതിയും കാട്ടൂരാനെയും വരട്ടാൻ നോക്കുമ്പം അവർ ചുട്ട മറുപടി കൊടുത്ത് തന്നെ വിടുന്നുണ്ട്. എങ്കിലും കാട്ടൂരാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് മോഹൻ തമ്പി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എന്ത് വേണമെങ്കിലും കോടതിയിൽ സംഭവിക്കാമെന്നുള്ളത്. അതൊക്കെ കേട്ടിട്ട് പ്രഭാവതി പൊട്ടിക്കരയുന്നു. അതേസമയം ജിൻസി പുറത്തു പോയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അരുന്ധതി മേഡം വന്നോ, വിളിച്ചായിരുന്നോ? അപ്പോൾ ദേവിക ഒരു സൈഡിലേക്ക് നോക്കുന്നത് കണ്ടിട്ട് ജിൻസി നോക്കുമ്പോൾ അവിടെ അരുന്ധതി മേഡം ഇങ്ങനെ ചൂടായി നിൽക്കുന്നുണ്ട്. നീ എവിടെ പോയാ? ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയതാ ഒരു മരുന്ന് മേടിക്കാൻ എന്നൊക്കെ കള്ളം പറയുന്നുണ്ട്. അത് കേട്ടതും എന്നോട് മുഖത്ത് നോക്കി കള്ളം പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരടി അങ്ങ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ആ മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ നിൻ്റെ കള്ളത്തരം എന്താണെന്ന് തെളിയും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞപ്പോൾ പറയാം, ഒരു അബദ്ധം പറ്റിപ്പോയതാ മേഡം, ഇനി ആവർത്തിക്കില്ല, ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതേസമയം ജിൻസി ദേവികയോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നീ മുകളിലത്തെ നിലയിൽ പോയോ? എന്തിനാ പോയത്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടേക്ക് പോകരുത് എന്നൊക്കെയുള്ള കാര്യം പറയുമ്പം ദേവിക പറയുന്നു, ഇതുപോലെ സൗണ്ട് കേട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരല്ലേ, പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിലും ആ സൗണ്ട് കേട്ടപ്പോൾ എന്തെന്നറിയാൻ ഒരു പേടി തോന്നി പോയി നോക്കിയതാന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പം ജിൻസി പറയുന്നുണ്ട്, ഇതിനുള്ള കൂലി നിനക്ക് ഉറപ്പായിട്ട് ഞാൻ തന്നേക്കാം. ഒന്ന് സോഫ്റ്റായി നിന്നപ്പം നീ എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുവാണോ എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട്. അഡ്വക്കേറ്റ് മോഹൻ തമ്പിക്ക് ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്, എന്തായാലും കാട്ടൂരാനെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാനാകില്ല. അയാൾ നല്ല കോൺഫിഡൻസ് തന്നെയാണുള്ളത്. തനൂജയും ചന്ദ്രമതിക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കേസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവരും റെഡിയാണ്. പറഞ്ഞ സമയത്ത് തന്നെ നാട്ടിലേക്ക് വരാഞ്ഞത് ത്യാഗരാജൻ്റെ ആൾക്കാർ തങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ സമയത്തേക്കായും നേരത്തെ നാട്ടിലേക്ക് വരികയും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ അനുകൂലമായി മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ട് കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഉറപ്പായിട്ടും സത്യം മാത്രമേ വിജയിക്കുള്ളൂ, അല്ലാതെ പണത്തിൻ്റെ ഭാഗത്ത് ന്യായം പോകില്ല എന്ന് തന്നെ നമുക്കും വിചാരിക്കാം. താൻ വലിയ ആളാണ്, തനിക്ക് ഒരുപാട് കേസുകളുണ്ട് എന്നൊക്കെയുള്ള അഡ്വക്കേറ്റ് മോഹൻ തമ്പിയുടെ ആ ഒരു അഹങ്കാരത്തിന് കാട്ടൂരാൻ തന്നെ തിരിച്ചടി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തനുജയും